അതിഥികൾ വീട്ടിൽ വരുമ്പോൾ വൈനും കേക്കും കൊടുത്ത് സൽക്കരിക്കുന്ന പതിവ് നമ്മുടെ സംസ്കാരത്തിലുള്ളതാണ്. നല്ല അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇടതുവശത്തുള്ളത് അല്പം മധുരമുള്ള ഡാർക്ക് റെഡ് വൈനും വലതുവശത്തുള്ളത് മധുരമില്ലാത്ത ലൈറ്റ് റെഡ് വൈനുമാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് കാണാം. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അമേരിക്കയിലെ ഷിക്കാഗോയിലുള്ള ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ബാക്ക്യാർഡിലുള്ള മുന്തിരിച്ചെടിയാണിത്. പുറമേ നോക്കുമ്പോൾ നിറയെ ഇല മാത്രമേ കാണാൻ സാധിക്കൂ. മുന്തിരി തണുപ്പുകാലമാണെങ്കിലും ഫെബ്രുവരി മാർച്ച് മാസം ആകുമ്പോഴേക്കും മുള പൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വർഷവും പ്രൂൺ ചെയ്യണം. തലേവർഷം വളർന്നതിൻ്റെ 80-90% വരെ പ്രൂൺ ചെയ്ത് കളയണം. അപ്പോൾ പുതിയ തളിപ്പുകൾ നിറയെ വന്ന് നല്ല മധുരമുള്ള മുന്തിരി ഉണ്ടാകും. ഇത് പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് നിറയെ ഇലകളായി അടഞ്ഞു നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. ഇത് കണ്ടോ, നിറയെ മുന്തിരി വിളഞ്ഞു കിടക്കുന്നു. ഇത് നല്ല ഡാർക്ക് കളറിലുള്ള കോൺകോർഡ് ഇനം മുന്തിരിയാണ്. വൈൻ ഉണ്ടാക്കുവാൻ ഏറ്റവും ബെസ്റ്റ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ബക്കറ്റ് മാത്രമേ ഇപ്പോൾ വൈൻ ഉണ്ടാക്കുവാൻ വേണ്ടി പറിക്കുന്നുള്ളൂ. അതായത് 20 ലിറ്റർ അല്ലെങ്കിൽ 5 ഗാലൻ. ഇവിടെ നിറയെ വിളയാത്തതുണ്ട്. വിളഞ്ഞത് മാത്രം നോക്കി ഒരു ബക്കറ്റ് പറിക്കാം. ഇപ്പോൾ ഒരു ബക്കറ്റ് മുന്തിരി പറിച്ചു. ഇനി ഇത് നല്ലതുപോലെ കഴുകി അടർത്തിയെടുക്കാം. ഇപ്പോൾ മുന്തിരി കഴുകി മൊത്തം അടർത്തിയെടുത്തു. ഇത് 10 കിലോ അല്ലെങ്കിൽ 22 പൗണ്ടാണുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുക്കണം. അങ്ങനെ ഇതാ ഈ മുന്തിരി മൊത്തം നമ്മൾ ഉടച്ചെടുത്തു. ഇനി 5 കിലോ പഞ്ചസാര 1 ഗാലൻ അല്ലെങ്കിൽ 4 ലിറ്റർ വെള്ളമൊഴിച്ച് പഞ്ചസാര നല്ലപോലെ ഉരുകാൻ വേണ്ടി ചൂടാക്കുക. 5 കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 10 പൗണ്ട് പഞ്ചസാരയാണ് വരുന്നത്. 10 കിലോ മുന്തിരിക്ക് 5 കിലോ പഞ്ചസാര എന്ന അളവിൽ ചേർത്ത് 5 ഗാലൻ 20 ലിറ്റർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 12% ആൽക്കഹോളുള്ള വൈൻ കിട്ടും. ഈ പഞ്ചസാര ഇളക്കി ഉരുകിക്കഴിഞ്ഞ് അല്പം ചൂടാറുമ്പോൾ ഉടച്ചു വച്ചിരിക്കുന്ന മുന്തിരിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര ഉരുകി അല്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ ഇത് ഉടച്ചു വെച്ച മുന്തിരിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇതിൽ നമ്മളിടുന്ന ഈസ്റ്റ് വർക്ക് ചെയ്യാൻ ഒരു ചെറു ചൂട് വേണം. ഒരു 70 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ ആണ് ഈസ്റ്റ് പ്രവർത്തിക്കാൻ നല്ലത്. ഇപ്പോൾ ആ പഞ്ചസാര ലായനി ഉടച്ചു വെച്ചിരിക്കുന്ന മുന്തിരിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തു. ഇതിലേക്ക് 1 ഗാലൻ അല്ലെങ്കിൽ 4 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യണം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഈസ്റ്റ് നേരിട്ട് ചേർക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര 500 മില്ലി ലിറ്റർ ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് ഇളക്കി 20 മിനിറ്റ് ഈസ്റ്റ് ആക്ടിവേറ്റ് ആകാൻ വേണ്ടി വയ്ക്കണം. അങ്ങനെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞ് അത് ഈ വൈൻ മാഷിലേക്ക് ചേർത്തിളക്കണം. ഞാൻ 5 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് 2 ആഴ്ച അടച്ചു വെക്കണം. അടപ്പിന് നടുക്ക് ഒരു തുളയിടുകയോ അല്ലെങ്കിൽ അല്പം ലൂസായി അടച്ചു വയ്ക്കുകയോ ചെയ്യണം. കാരണം ഈസ്റ്റ് പ്രവർത്തിച്ച് ആൽക്കഹോൾ ആകുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. അത് പുറത്തേക്ക് പോകാൻ അല്പം ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ബക്കറ്റ് വീർത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ചേർത്ത് അടച്ചു വെച്ചിട്ട് 2 ആഴ്ചയായി. ഇതിൻ്റെ മുകളിൽ കുമിള വന്ന് പൊട്ടുന്നതിൻ്റെ അർത്ഥം ആൽക്കഹോൾ കൺവേർഷൻ പൂർത്തിയായില്ല എന്നാണ്. മുകളിലേക്ക് പൊങ്ങി വന്നിരിക്കുന്ന മുന്തിരിയുടെ തൊണ്ട് കോരി പിഴിഞ്ഞെടുക്കാം, ജ്യൂസ് ഒട്ടും നഷ്ടപ്പെടാതെ. ഇപ്പോൾ മുകളിൽ പൊന്തി വന്ന മുന്തിരിയുടെ തൊണ്ട് ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന അരിപ്പയിലേക്ക് ഇട്ടു. ഇതിൻ്റെ ജ്യൂസ് നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ബക്കറ്റിൽ ബാക്കിയുള്ളതും ഈ വലിയ അരിപ്പയിലൂടെ അരിച്ചെടുത്ത് അതും പിഴിഞ്ഞെടുക്കണം. നമ്മൾ വലിയ തൊണ്ടും കുരുവും പീസുകളും മാത്രമേ ഇപ്പോൾ അരിച്ചു മാറ്റിയെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് അടിയും. നമ്മൾ അതിൻ്റെ തൊണ്ടും കുരുവുമൊക്കെ അരിച്ചെടുത്ത് പിഴിഞ്ഞതിന് ശേഷം കളഞ്ഞു. പിന്നെയുള്ള ജ്യൂസ് ആണ് ഇത്. ഇനി ഇത് ഒരു 4 ആഴ്ച വയ്ക്കണം. അപ്പോൾ മുന്തിരിയുടെയും കൂടെ ചേർത്ത പഞ്ചസാരയുടെയും ഷുഗർ പൂർണ്ണമായും ആൽക്കഹോളായി മാറും. ഒരു 20 ദിവസം കഴിയുമ്പോൾ തുറന്നൊന്ന് നോക്കണം. അപ്പോഴും കുമിള വരുന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ കൺവേർഷൻ പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. കുമിള വരുന്നില്ലെങ്കിൽ അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ മധുരമുണ്ടെങ്കിൽ ആൽക്കഹോൾ കൺവേർഷൻ പൂർത്തിയാകാതെ ഈസ്റ്റിൻ്റെ പ്രവർത്തനം നിന്നുപോയി എന്നാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് ചൂടാക്കി തണുപ്പിച്ച വെള്ളവും ചേർത്ത്
1 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് ഇളക്കി വെക്കുക. ബാക്കിയുള്ള ഷുഗറും കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് 4 ആഴ്ച അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കണം. ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഒന്ന് കാണാം. ഇത് തൊണ്ടൊക്കെ അരിച്ചു കളഞ്ഞ് ഒരാഴ്ചയായിപ്പോഴുള്ള കാഴ്ചയാണ്. നിറയെ കുമിള പതഞ്ഞു പൊങ്ങി വരുന്നത് കണ്ടോ? അത് ഷുഗർ ആൽക്കഹോളായി മാറുന്നതിൻ്റെയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തുറന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വൈൻ അടച്ചു വെച്ചിട്ട് 50 ദിവസം കഴിഞ്ഞു. പകുതി വൈന് നമ്മൾ മധുരമില്ലാത്ത റോസ് കളറിലുള്ള വൈനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ കളറിൽ ഇത്. ഇനി ബാക്കി നമ്മൾ അല്പം മധുരമുള്ള ഡാർക്ക് റെഡ് കളറിലുള്ള വൈനാക്കി മാറ്റുകയാണ്. ഇതിൻ്റെ അടിയിൽ ആ വൈനിൻ്റെ സെഡിമെൻറ്റ്സ് എല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ഒരു കപ്പ് കൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മുകളിലുള്ള തെളി കോരി മാറ്റണം. എന്നിട്ട് അടിയിലുള്ളത് നല്ല ഒരു ഫൈൻ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അതിലേറ്റവും അടിയിലുള്ള അരിച്ചെടുത്ത വൈൻ സെപ്പറേറ്റ് ആയി വെക്കണം. കാരണം ആ വൈനിൽ അല്പം സെഡിമെൻറ്റ്സും പൊടിയും ഒക്കെ കാണും. അപ്പോൾ വൈൻ നല്ല ക്ലിയർ ആയിരിക്കുകയില്ല. എന്നിട്ടിത് സ്വീറ്റ് ഡാർക്ക് റെഡ് വൈൻ ആക്കുന്നതിന് വേണ്ടി 1 ഗ്യാലൻ അല്ലെങ്കിൽ 4 ലിറ്റർ വൈനിന് 16 ഔൺസ് അല്ലെങ്കിൽ ഏകദേശം 500 ml 100% കോൺകോർഡ് ഗ്രേപ്പ് ജ്യൂസ് ചേർത്ത് ഇളക്കുക. അപ്പോൾ അത് ചെറിയ മധുരമുള്ള സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് വൈനായി ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ മധുരമുള്ളതും മധുരമില്ലാത്തതുമായ 2 തരത്തിലുള്ള വൈന്. ഇത് നമ്മൾ കോൺകോർഡ് ഗ്രേപ്പ് ജ്യൂസ് ചേർക്കാതെ അതിൻ്റെ ഒറിജിനൽ കളറിലെടുത്താണ്, ഒരു ലൈറ്റ് റോസ് കളറിൽ. അതുപോലെ ഈ വൈൻ വളരെ ക്ലിയറുമാണ്. ആ സെഡിമെൻറ്റ്സ് എല്ലാം അടിയിൽ അടിഞ്ഞിട്ട് നമ്മളതിൻ്റെ തെളി ശ്രദ്ധിച്ച് കോരിയെടുത്തു. ബാക്കിയുള്ള അരിച്ചെടുത്തു. അപ്പോൾ 5 ഗ്യാലനിൽ പകുതി നമ്മൾ മധുരമില്ലാത്ത ഇതുപോലത്തെ റോസ് കളറിലുള്ള വൈനായിട്ടും ബാക്കിയുള്ള 2.5 ഗ്യാലനിൽ നമ്മൾ 1 ഗ്യാലനിന് 16 ഔൺസ് അല്ലെങ്കിൽ 450 ml കോൺകോർഡ് ഗ്രേപ്പ് ജ്യൂസ് ചേർത്തു. അപ്പോഴതിൻ്റെ കളറ് ഇതുണ്ടോ, ഒരു ഡാർക്ക് റെഡ് കളറിലായി വന്നു. ഇത് നല്ല ക്ലിയറാണ്. ഇതിപ്പോൾ ഗ്രേ ഗൂസിൻ്റെ കുപ്പി ആയതുകൊണ്ടാണ് ക്ലൗഡി ആയിട്ടിരിക്കുന്നത്. ഇതിലൂടെ നോക്കിയാൽ അറിയാം, വളരെ ക്ലിയറാണ്. അത് ഞാൻ ഈ ഗ്ലാസ്സിലെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ ഈ നമ്മൾ ഗ്രേപ്പ് ജ്യൂസ് കളറിന് വേണ്ടിയും മധുരത്തിന് വേണ്ടിയും ചേർക്കുമ്പോൾ വൈൻ കംപ്ലീറ്റ് പ്രോസസ്ഡ് ആയിക്കഴിഞ്ഞേ ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്ത് ഈസ്റ്റിൻ്റെ അംശം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഗ്രേപ്പ് ജ്യൂസും വീണ്ടും വൈനായിട്ട് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. 2 തരത്തിലുള്ള നമ്മുടെ വൈനും ഇവിടെ റെഡിയായി. ഒരവസരം കിട്ടുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. താങ്ക് യു.